നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്, എടുക്കുന്ന 90% ട്രേഡുകളും വിചാരിച്ച ഡയറക്ഷനിൽ തന്നെ പോയിട്ടും അവസാനം നോക്കുമ്പോൾ അക്കൗണ്ടിൽ ലോസ് മാത്രമാണ് കാണുന്നത്. നല്ല പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് പെട്ടെന്ന് ലോസിലേക്ക് വീഴുമ്പോൾ ഇപ്പൊ തിരിച്ചു കയറും എന്ന് വിചാരിച്ച് വെറുതെ ഹോൾഡ് ചെയ്ത് ഇരിക്കാറുണ്ട്. മറ്റൊരു സിനാരിയോ എടുത്താൽ രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോഫിറ്റ് വൈകുന്നേരം 1-2 മോശം ട്രേഡ് കൊണ്ട് മൊത്തം പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ കുഴപ്പമല്ല, മാർക്കറ്റിന് നിങ്ങളോട് പ്രത്യേക ദേഷ്യമൊന്നുമില്ല. പ്രശ്നം അതല്ല, മിക്കവാറും ട്രേഡേഴ്സ് അറിയാതെ ചെയ്യുന്ന വലിയ 3 സൈക്കോളജിക്കൽ മിസ്റ്റേക്കുകൾ കൊണ്ട്. അപ്പോൾ ഈ മിസ്റ്റേക്കുകളാണ് ഒരു സാധാരണ ട്രേഡറെയും ഒരു പ്രൊഫഷണൽ ട്രേഡറെയും തമ്മിൽ വളരെ വലുതായിട്ട് വേർതിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ആ ഒരു മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാമെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഒരു സ്ട്രാറ്റജീസിന്റെയും ഇൻഡിക്കേറ്റേഴ്സിന്റെയും ഒക്കെ പേരുകളാണ് മുന്നിലേക്ക് വരിക. പക്ഷേ പല സ്റ്റഡികളും കാണിച്ചു തരുന്ന ഒരു സത്യമാണ്, ഏകദേശം 80% കൂടുതൽ റീറ്റെയിൽ ട്രേഡേഴ്സ് അവസാനം പണം ലോസ് ആക്കാറുണ്ട്. എല്ലാവരും നോക്കുന്നത് ഒരേ ചാർട്ടിലേക്കും ഒരേ ഇൻഡിക്കേറ്ററിലും ഒക്കെ ആണെങ്കിൽ പിന്നെ എവിടെയാണ് ഈ ഒരു പിഴവ് പറ്റാൻ സാധ്യതയുള്ളത്? അപ്പോൾ ആ പിഴവ് നമ്മുടെ തലയ്ക്കകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിലാണ്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾ ഏറ്റവും വലിയ എനിമി മാർക്കറ്റ് അല്ല, നിങ്ങൾ തന്നെയാണ്. ഫിയർ, ഗ്രീഡിനെസ്, ഹോപ്പ്, ആങ്കർ, ഈ ഇമോഷൻസ് എല്ലാം നിങ്ങളുടെ ഡിസിഷൻസിനെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കുന്ന 3 സൈക്കോളജിക്കൽ മിസ്റ്റേക്സിനെ നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ റെഡിയായാൽ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ മൊത്തത്തിൽ മാറും, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാം. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിൽ മിക്കവാറും ട്രേഡിംഗ് തുടങ്ങുന്ന കാലത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണിത്. ഒരു ട്രേഡിൽ കയറുന്നതിന് മുമ്പ് എല്ലാം പക്കയായിരിക്കും. എൻട്രി ഇതാണ്, ടാർഗറ്റ് ഇതാണ്, എക്സിറ്റ് ഇവിടെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. സ്റ്റോപ്പ് ലോസ് വരെ കൃത്യമായിട്ട് കണക്കാക്കി ട്രേഡ് എടുക്കും. കുറച്ച് പ്രോഫിറ്റേക്ക് പോകുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് യൂട്ടേൺ എടുത്ത് താഴേക്ക് വരാൻ തുടങ്ങുന്നു. ആ സ്റ്റോപ്പ് ലോസ് ലെവലിന്റെ തൊട്ടടുത്ത് വരെ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം ഒരു ബൾബ് കത്തുകയാണ്. ഇവിടെ നിന്ന് എന്തായാലും ഇനി തിരിച്ചു കയറും. ഈ സ്റ്റോപ്പ് ലോസ് വെറുതെ ഹിറ്റ് ആവും. തൽക്കാലം ഇത് താഴേക്ക് മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ തൽക്കാലം ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ആദ്യത്തെ പിഴവ് പറ്റുന്നത്. ഒരു ടെക്നിക്കൽ പ്രോബ്ലം അല്ല, ഞാൻ എന്ന ഈഗോയുടെ കളിയാണ്. എടുത്ത ട്രേഡ് തെറ്റാൻ പാടില്ല എന്ന എന്റെ മാത്രം ഒരു ശരി, ആ ഒരു വാശി കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. അത് എങ്ങനെ ഇത്ര വലിയ അപകടമാകുന്നു? ചെറിയ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവാത്തത് കൊണ്ട് തുറക്കുന്നത് ഒരു വലിയ ഡിസാസ്റ്ററിലേക്കുള്ള വഴിയാണ്. 500 രൂപയിൽ തീരേണ്ട ലോസ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മാറ്റുന്നതോടെ 1000 ആകുന്നു, പിന്നീട് 2000 ആകുന്നു. നെഞ്ചിരിപ്പ് കൂടുന്നു. വാങ്ങിയ വിലയിൽ തിരിച്ചു വന്നാൽ എക്സിറ്റ് ആവാമെന്ന ആ ഒരു പ്ലാനിങ്ങിലേക്ക് എത്തുകയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അതും സാധിക്കില്ല. നിങ്ങൾ ആ ഒരു വാങ്ങിയ വിലയിൽ എത്തിയാൽ ഒരിക്കലും നിങ്ങൾ എക്സിറ്റ് ചെയ്യില്ല. വീണ്ടും പ്രോഫിറ്റിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് കൃത്യമായി ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ചെറിയൊരു ഇറക്കം വലിയൊരു കൊക്കയിലേക്കായിരിക്കും എത്തിക്കുക. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ എനിമി അല്ല, നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ആണ്. വലിയ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന വലിയ സേഫ്റ്റി നെറ്റ്. നമ്മളൊരു ജ്യോതിഷിയുടെ അടുത്ത് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റൻ ആണ് അടുത്തത്, എന്താണ് ഇതിനൊരു പരിഹാരം? സൊല്യൂഷൻ സിമ്പിൾ ആണ്. ശീലമാക്കാൻ നല്ല ഡിസിപ്ലിൻ വേണം എന്ന് മാത്രമേ ഉള്ളൂ. ട്രേഡിംഗിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണ് നിങ്ങളുടെ എക്സിറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് എന്ന് ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ട്രേഡ് എടുത്ത ഉടനെ തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ഇട്ട് വെക്കണം. മനസ്സിൽ വെച്ചാൽ പോരാ, ഓർഡർ അവിടെ കാണണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ, എന്ത് സംഭവിച്ചാലും ആ സ്റ്റോപ്പ് ലോസ് താഴേക്ക് മാറ്റില്ല. മാർക്കറ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്താൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ആ ട്രേഡിന്റെ ഐഡിയ തെറ്റി. ചെറിയ ലോസ് ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കണ്ട് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഇത് നാണക്കേടായിട്ട് വിചാരിക്കേണ്ട, കാരണം നമ്മളിൽ 90% പേരും ഈ ഒരു വഴിയെ കടന്നു പോയവർ തന്നെയാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ മനസ്സ് പതുക്കെ റെഡി ആവുകയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സുണ്ടാവുകയാണല്ലോ. അപ്പോൾ ആദ്യത്തെ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ അടുത്തത് ഇതാണ്. രണ്ടാമതൊരു ട്രാപ്പ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ലോസ് വന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദേഷ്യവും നിരാശയും ഒക്കെ തോന്നും. തലച്ചോറിൽ ഒരു അപകടകരമായിട്ടുള്ള ചിന്ത വരും, പൈസ പോയി, ഇപ്പൊ തന്നെ റിക്കവർ ചെയ്യണം, മാർക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് എടുത്ത പൈസ എങ്ങനെയും തിരിച്ചു വാങ്ങും. ഈ ഒരു ദേഷ്യത്തോടെ നിങ്ങളുടെ അടുത്ത ട്രേഡിന് റെഡി ആവുന്നു. ഇത്തവണ നിങ്ങൾ സ്ട്രാറ്റജിയോ റൂൾസോ ഒന്നും നോക്കില്ല, നിങ്ങളുടെ ഇമോഷൻസ് ആണ് ട്രേഡ് എടുക്കുന്നത്. ഒരു പ്ലാനും ഇല്ലാതെ ചിലപ്പോൾ ഡബിൾ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് എടുത്തു ചാടാൻ കഴിയും. ഇതിനെയാണ് റിവഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ട്രേഡറുടെ അക്കൗണ്ട് സീറോ ആക്കാൻ കഴിവുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മാനസികാവസ്ഥയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ യുദ്ധം മാർക്കറ്റിനോടല്ല, നിങ്ങളുടെ വികാരങ്ങളോടാണ്. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന പാർട്ട് തൽക്കാലം ഓഫ് ചെയ്ത് വെക്കുകയും ഇമോഷൻസിന് പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എടുക്കുന്ന 99% ഡിസിഷൻസും തെറ്റായിരിക്കും. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത് നന്നായിട്ട് അറിയാമായിരിക്കും. 100 രൂപയ്ക്ക് വാങ്ങിയ കോൾ ഓപ്ഷൻ 70ലേക്ക് വീഴുമ്പോൾ ആ ലോസ് ബുക്ക് ചെയ്യുന്നതിന് പകരം കൂടുതൽ വാങ്ങി ആവറേജ് ചെയ്യും.
ഇനി കയറുമ്പോൾ ഡബിൾ ലാഭം കിട്ടുമല്ലോ എന്ന ചിന്തയാണ്. പക്ഷെ അത് 40ലേക്കും 10ലേക്കും ഒക്കെ അവസാനം 0ലേക്കും ഒക്കെ പോകുമ്പോൾ ആദ്യത്തെ ചെറിയ നഷ്ടത്തിന് പകരം നിങ്ങളുടെ ക്യാപിറ്റലിന്റെ വലിയൊരു ഭാഗം തന്നെ പോയിട്ടുണ്ടാവും. ഇത് ഇൻവെസ്റ്റ്മെന്റിലെ ആവറേജിംഗ് പോലെയല്ല, ഇൻട്രാഡേ ട്രേഡിംഗിൽ പ്രത്യേകിച്ച് ഓപ്ഷൻസിൽ ഇതൊരു ഫാളിംഗ് നൈഫ് പിടിക്കാൻ നോക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പരിഹാരം എന്താണ് സ്വാമി എന്ന് ചോദിച്ചാൽ ഇതിനും വളരെ വ്യക്തമായിട്ടുള്ള റൂൾസ് ഉണ്ട്. ഒരു വലിയ ലോസ് വന്നാൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 2-3 ലോസ് ഹിറ്റായാൽ ഒരു മണിയും വിചാരിക്കാതെ സിസ്റ്റം ഓഫ് ചെയ്ത് ആ ദിവസത്തെ ട്രേഡിംഗ് നിർത്തി പോവുക. അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കുറച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ പുറത്തു പോയി നടന്നിട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഏർപ്പെടാം. ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അന്ന് വീണ്ടും ഒരു ട്രേഡ് എടുക്കരുത്. മാർക്കറ്റ് നാളെയും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓരോ ട്രേഡും പുതിയ തുടക്കമാണ്. കഴിഞ്ഞ ട്രേഡിലെ പ്രോഫിറ്റോ ലോസോ അടുത്ത ട്രേഡിനെ ബാധിക്കാൻ പാടില്ല. ഒരു ട്രേഡ് കഴിഞ്ഞാൽ അതിലെ കണക്ക് അവിടെ തീർന്നു. നിങ്ങളുടെ ലോസ് ഒരു പാഠമായി മാത്രം കാണാൻ ശ്രമിക്കുക. ഒരു ട്രേഡിംഗ് ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓരോ ലോസിലും എന്ത് സംഭവിച്ചു എന്ന് എഴുതി വെക്കുക. ഈ റൂൾസ് നമ്മൾ പിന്നീട് മൾട്ടിപ്പിൾ ടൈംസ് തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ റിവഞ്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാനും ആവർത്തിക്കാതിരിക്കാനും നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പൊ മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും കോമൺ ആയിട്ടുമുള്ള ആ ഒരു സൈക്കോളജിക്കൽ പിഴവ് നമുക്ക് നോക്കാം. ഡിസ്പൊസിഷൻ എഫക്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ട്രേഡേഴ്സിന് പ്രോഫിറ്റ് കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു പേടിയുണ്ട്. ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ മടിയുമാണ്. നമുക്കിതിനെ മറ്റൊരു രീതിയിൽ നോക്കിയാൽ ഒരു ട്രേഡ് എടുത്തു, 2000 രൂപ പ്രോഫിറ്റ് എത്തി, നിങ്ങളുടെ ടാർഗറ്റ് 4000 രൂപയാണ്. പക്ഷെ 2000 ലാഭം സ്ക്രീനിൽ കണ്ടതും നിങ്ങളുടെ നെഞ്ചിൽ ഒരു പേടി തുടങ്ങുകയാണ്. അപ്പൊ ഇത് തിരിച്ച് താഴേക്ക് വന്നാൽ ഈ പ്രോഫിറ്റ് പോകല്ലോ എന്ന് പേടിച്ച് കയ്യിലുള്ള 2000 രൂപ ട്രേഡ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സ്റ്റോക്ക് നിങ്ങളുടെ ആ ഒരു 4000 രൂപ ടാർഗറ്റ് ഒക്കെ കഴിഞ്ഞ് മുകളിലോട്ട് പോയിട്ടുണ്ടോ? മറ്റൊരു സീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് 2000 രൂപ ലോസിലാണ്. സ്റ്റോപ്പ് ലോസ് 2500 രൂപയിലാണ്. പക്ഷെ 2000 രൂപ നഷ്ടം കണ്ടപ്പോൾ നിങ്ങൾക്ക് പേടിയില്ല, ഹോപ്പാണ് വരുന്നത്. എന്ത് ചെയ്താലും തിരിച്ചു കയറും, എന്റെ സ്റ്റോപ്പ് ലോസ് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ലോസ് 2500 ആകുന്നു, 3000 ആകുന്നു, 5000 ആകുന്നു. അപ്പോഴും നിങ്ങൾ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് ഒരിക്കലും നിങ്ങളെ സമ്മതിക്കില്ല. അതിന്റെ ഫലം എന്താണെന്നാൽ നിങ്ങളുടെ ആവറേജ് പ്രോഫിറ്റ് 2000 രൂപയും ആവറേജ് ലോസ് 5000 രൂപയും ആയിട്ട് മാറും. നിങ്ങളിപ്പോൾ 10 ട്രേഡിൽ 7 വിജയിച്ചാലും അവസാനം നിങ്ങൾ നഷ്ടത്തിൽ വന്ന് ഭവിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോ പരിഹാരം എന്താണ്? ഇതിനുള്ള ഏറ്റവും നല്ല വഴി കട്ട് യുവർ ലോസസ് ഷോർട്ട് ആൻഡ് ലെറ്റ് യുവർ പ്രോഫിറ്റ് റൺ എന്നുള്ളതാണ്. അതായത് ലാഭത്തെ മുമ്പോട്ട് പോകാൻ അനുവദിക്കുക, നഷ്ടത്തെ തുടക്കത്തിലെ മുറിച്ചു മാറ്റും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലെയുള്ള ടെക്നിക്സ് ഉപയോഗിക്കാൻ പഠിക്കുക. അതായത് ട്രേഡ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നീങ്ങി തുടങ്ങിയാൽ സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ എൻട്രി പ്രൈസിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിലേക്കോ ഒക്കെ മാറ്റിയിടുക. ഇതോടെ നിങ്ങൾ ആ ട്രേഡിൽ ലോസ് വരില്ല എന്ന് ഉറപ്പിക്കാം. പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസും ഇങ്ങനെ പടിപടിയായിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെറിയൊരു പ്രോഫിറ്റ് ഒതുക്കാതെ ഒരു വലിയ ട്രെൻഡുകൾ മുഴുവനായിട്ട് നമുക്ക് പിടിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ടാർഗറ്റ് 1:3 റിസ്ക് റിവാർഡ് ആ ടാർഗറ്റ് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് കാണിക്കുക. ചെറിയ ലാഭം കാണുമ്പോൾ പേടിച്ച് ചാടിയിറങ്ങാതിരിക്കുക. നമ്മുടെ ചിന്താഗതി മാറ്റി പിടിക്കുക. പ്രോഫിറ്റ് കാണുമ്പോൾ പേടിക്കുന്നതിന് പകരം ട്രേഡ് ലോസിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിലാവണം നമ്മുടെ ശ്രദ്ധ. ഈ പറഞ്ഞ 3 മിസ്റ്റേക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. ഉറപ്പായിട്ടും 90% മുകളിൽ ആൾക്കാർ ഇതേ മിസ്റ്റേക്സ് കാണിക്കുന്നവർ തന്നെയായിരിക്കും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് ഏതാണ് എന്ന് കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവർക്കും ഇത് കമ്പയർ ചെയ്യാനും മനസ്സിലാക്കാനും ഏറ്റവും ഗുണകരമായേക്കും. ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചും ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കൂടുതൽ ടിപ്പുകൾക്കുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. പുതിയ വീഡിയോകൾ ഇടുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ട്രേഡിംഗ് നഷ്ടം വരുത്തിയിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു തെറ്റ് ചെയ്യാത്തവരായിട്ട് മറ്റധികം പേരൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും 90% ആൾക്കാർക്ക് ഈ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ പോലെ ഈ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് ഈഗോ കാരണം സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കുക. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് പ്ലാൻ ചെയ്യുക, പ്ലാനിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ റിവഞ്ച് ട്രേഡ് ഒഴിവാക്കുക. ഒരു ലോസ് തിരിച്ചു പിടിക്കാനായിട്ട് ഇമോഷൻസിന് അടിപ്പെട്ട് വീണ്ടും ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഒരു വലിയ ലോസ് വന്നാൽ ആ ദിവസത്തെ ഒരു ട്രേഡിംഗ് നിർത്തി പുറത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ലോസിലുള്ള ട്രേഡുകൾ ഹോൾഡ് ചെയ്യുകയും പ്രോഫിറ്റിലുള്ളവ നേരത്തെ വിൽക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മൾ പഠിച്ചത്. ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് പ്രോഫിറ്റ് ലോക്ക് ചെയ്യാനും നിങ്ങളുടെ ടാർഗറ്റിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കാനും ഒക്കെ പഠിക്കുക. ട്രേഡിംഗിൽ ജയിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജികൾ ഉള്ള ആളല്ല, സ്വന്തം ഇമോഷൻസിനെയും തോട്ട്സിനെയും കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചവരൊക്കെ ആയിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയല്ലെങ്കിൽ ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.